അസ്സലാമു അലൈക്കും. റമദാനിലെ ആദ്യത്തെ 10 കഴിഞ്ഞ് ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ, അതായത് 20 ദിവസങ്ങൾ കൂടി മാത്രമേ ഇനി എന്തുള്ളൂ നമുക്ക് ഈ റമദാനിൽ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ വേറൊരു സത്യം എന്താണെന്ന് വെച്ചാൽ പല കടകളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കടകളിലും ഉഷാറായിട്ട് നല്ല രൂപത്തിലുള്ള കച്ചവടം നടക്കുന്ന ഒരു സമയം എന്നുള്ളത് ഈ റമദാനിൻ്റെ അവസാനത്തെ സമയം എന്നുള്ളതാണ്. കാരണം പെരുന്നാൾ സീസണൊക്കെ അടുത്ത് വരുമ്പോൾ, അപ്പോൾ ഈ പെരുന്നാൾ സീസണിൻ്റെ ഈ സമയത്തും കടകളിൽ കൃത്യമായിട്ട് ഒരു ഇടവേളകളില്ലാതെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് ആ കടയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരെ നമുക്കറിയാം. മുതലാളിമാർക്ക് ലഭിക്കുന്ന ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം അവരുടെ ജോലി എന്നുള്ളത് അത്രമേൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന കാരണത്താലാണ് അവർക്ക് ഇങ്ങനെയുള്ള ഈ മുതലാളിമാർക്ക് ഇങ്ങനെയുള്ള ലാഭം ലഭിക്കുന്നതും ആ ലാഭം അവർ നേടിയെടുക്കാൻ വേണ്ടി ഈ തൊഴിലാളികൾ കൂടെ നിന്ന് പരിശ്രമിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഞാനൊരാളോട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അതായത് അവരെ നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ടിന് കയറ്റിയതല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അവർക്കൊരു കൂടുതൽ കൊടുക്കുന്നത്? അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുതലാളി ഒറ്റയ്ക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ടിന് ഒരു ജോലിയിലും ഇല്ലാതെ ആത്മാർത്ഥത ഇല്ലാത്ത ഒരാളെയാണ് അവിടെ കയറ്റുന്നത് എങ്കിൽ ആ കടയിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു ലാഭം എത്രത്തോളം ആകുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ മനുഷ്യന്മാർ അത്രമേൽ എഫേർട്ട് എടുത്തുകൊണ്ട് അവരുടെ ആത്മാർത്ഥത അത്രമേൽ പുലർത്തുന്ന കാരണത്താലാണ് ഇങ്ങനെ ഈ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം, നല്ലൊരു വിഹിതം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരുപാട് മുതലാളിമാരെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒന്നും കൂടി ഞാനിപ്പോൾ തന്നെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ.